സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫോറിയർ സീരീസിൻ്റെ ചേഞ്ച് ഇൻ ഇൻ്റർവെൽ പൈ വരാത്ത കേസിൻ്റെ ഒരു പ്രോബ്ലം. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഫോറിയർ സീരീസ് ടു റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻ ദി ഇൻ്റർവെൽ -2 to 2. സോ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ പ്രീവിയസ്ലി ബേസിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഫോറിയർ സീരീസിൻ്റെ ജനറൽ ഇക്വേഷൻ നോക്കിയായിരുന്നു. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈ അല്ലാത്ത കേസിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ ആ ഒരു ഇക്വേഷൻ, ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ a0/2 സിഗ്മ n ഈസ് ഇക്വൽ 1 to infinity an cos of n pi x by l പ്ലസ് bn sin of n pi x by l. സോ ഇവിടെ നമുക്ക് എൽ, നമ്മുടെ ഇൻ്റർവെല്ല് പൈ വരുന്ന കേസിൽ താഴെ എല്ലിന് നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എല്ലും ക്യാൻസൽ ആയി പോകും. സോ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ പൈ ഇൻ്റർവെല്ല് വരുന്ന കേസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. an cos of nx പ്ലസ് bn sin of nx. സോ ഇവിടെ നമ്മൾ ഇൻ്റർവെല്ല് പൈ അല്ലാത്ത കേസ് ആയതുകൊണ്ടാണ് നമ്മൾ എല്ല് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ a0 ഈസ് ഇക്വൽ ടു 1/l ഇൻ്റഗ്രൽ ഓഫ് -c to c f of x dx വരും. ആൻഡ് an വരുമ്പോൾ 1/l ഇൻ്റഗ്രൽ ഓഫ് -c to c f of x cos of n pi x by l dx. ആൻഡ് അതുപോലെ bn വരുമ്പോൾ sin of n pi x by l വരും. സോ ഇവിടെ 1/l നമ്മൾ പൈ ഇൻ്റർവെല്ല് ചെയ്യുന്ന സമയത്ത് 1/π ആയിരിക്കും. സോ ഇവിടെ പൈന് പകരം എല്ല് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ ചേഞ്ച്. അപ്പോൾ ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ നമുക്ക് ആദ്യം a0 കാൽക്കുലേറ്റ് ചെയ്യാം. a0 ഈസ് ഇക്വൽ ടു 1/l, l 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രൽ ഫ്രം -2 to 2 നമ്മുടെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് സ്ക്വയർ -2 dx. സോ ഇത് നോക്കി അറിയാൻ പറ്റും, ഇതൊരു ഈവൺ ഫംഗ്ഷനാണ്. ഈവൺ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നോക്കിയായിരുന്നു. സോ ഇതാണ് ഈവൺ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും. ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കിട്ടും. സോ എഫ് ഓഫ് എക്സ് ഈവൺ ആണെങ്കിൽ -c to c 2 times ചെയ്യുക, 2 times ഇൻ്റഗ്രൽ ഫ്രം 0 to c ആക്കുക. ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് നമ്മൾ ഇൻ്റഗ്രൽ 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ ഈവൺ ഫംഗ്ഷനാണ്. ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to 2. സോ ഇവിടെ ഒരു 2 വരും. ആൻഡ് ഇൻ്റഗ്രൽ ഫ്രം 0 to 2 ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³ 3 ആൻഡ് -2ൻ്റെ ഇൻ്റഗ്രൽ -2x ആണ്. സോ ഇവിടെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2³ 3 -4 വരും. ആൻഡ് -0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 + 0 വരും. സോ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 2³ 3 -4. സോ നമുക്ക് -4/3 എന്ന് കിട്ടും. a0 -4/3 എന്ന് കിട്ടും. സോ നമ്മളിനി an കാൽക്കുലേറ്റ് ചെയ്യാം. an നമ്മൾ പ്രീവിയസ്ലി എഴുതിയ ഇക്വേഷൻ ഇവിടോട്ട് എഴുതാം. ഇവിടെ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ റീപ്ലേസ് ചെയ്യാം. സോ x² -2 റീപ്ലേസ് ചെയ്തു. ഇവിടെ x² -2 ഈവൺ ആണെന്ന് നേരത്തെ പറഞ്ഞു. ആൻഡ് കോസ് ഈവൺ ഫംഗ്ഷനാണ്. സോ ഈവൺ ഇൻറ്റു ഈവൺ ഫംഗ്ഷൻ തന്നെയാണ്. സോ നമുക്ക് ഇത് നേരത്തെ എഴുതിയ പോലെ തന്നെ 2 times ഇൻ്റഗ്രൽ ഫ്രം 0 to 2 ഫോർമാറ്റിൽ എഴുതാം. സോ 2/2 ഇൻ്റഗ്രൽ ഫ്രം 0 to 2 x² -2 cos of n pi x by 2 dx എന്ന് കിട്ടും. സോ നമ്മൾ an-ന് ഈ ഒരു ഫോർമാറ്റ് നോക്കി അറിയാൻ പറ്റും. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമാറ്റ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയായിരുന്നു. സോ ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഇക്വേഷൻ. സോ ഇൻ്റഗ്രൽ u/v dx ഫോർമാറ്റ് വരുമ്പോൾ u/v1 - u'/v2 ഫോർമാറ്റിൽ നമുക്ക് ആൻസർ ചെയ്താം. സോ അത് നമ്മുടെ ഇക്വേഷനോട് അപ്ലൈ ചെയ്യാം. സോ അത് നമ്മൾ ഇക്വേഷനോട് അപ്ലൈ ചെയ്യുമ്പോൾ u x² -2 ആണ്. ആൻഡ് v cos of n pi x by 2 ആണ്. സോ u അതേപടി എഴുതാം. കോസിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ sin of n pi x by 2 ബൈ n pi by 2. n pi by 2 കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ കോൺസ്റ്റൻ്റ് ഡിനോമിനേറ്റർ എഴുതണം. മൈനസ് ഓഫ് x² -2ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ആൻഡ് സൈൻ ഓഫ് n pi x by 2ൻ്റെ വീണ്ടും ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നെഗറ്റീവ് കോസ് ഓഫ് n pi x by 2 ഡിനോമിനേറ്റർ വീണ്ടും n pi by 2 വീണ്ടും വരും. സോ n pi by 2 ഹോൾ സ്ക്വയർ വരും. ആൻഡ് 2xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ആൻഡ് കോസ് ഓഫ് n pi x by 2ൻ്റെ വീണ്ടും ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ സൈൻ ഓഫ് n pi x by 2 വരും. നെഗറ്റീവ് ഇവിടുത്തെ നെഗറ്റീവ് അതേപടി വന്നു. ആൻഡ് n pi by 2 ഡിനോമിനേറ്റർ വരും. കോസിൻ്റെ ഇവിടെ കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഡിനോമിനേറ്ററിൽ n pi by 2 വരും. സോ n pi by 2 ഹോൾ ക്യൂബ്. ഇവിടെ നമ്മൾ ലിമിറ്റ് 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക ഈ ഒരു ഇക്വേഷനിലോട്ട്. സോ നമ്മൾ 2 ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ 2² -2 സൈൻ ഓഫ് n pi. ഇവിടെ 2 അപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് ഓഫ് കോസ് n pi പ്ലസ് 2 മൈനസ് ഓഫ് സൈൻ n pi. ആൻഡ് 0 അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് 0 0 ആണ്. ആൻഡ് 2 ഇൻറ്റു 0 0 ആണ്. ആൻഡ് ഹിയർ സൈൻ ഓഫ് 0 വീണ്ടും വരും. സോ ഇവിടെയും 0 ആണ്. സോ 0ൻ്റെ പോർഷൻ ഫുള്ള് 0 ആയി പോകും. ഇവിടെ സൈൻ n pi കോസ് ഓഫ് n pi ഇത് നമ്മൾ പ്രീവിയസ്ലി നോക്കിയ ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം.
ഈ ഒരു ഇക്വേഷൻ സൈൻ ഓഫ് എൻ പൈ ഈസ് ഈക്വൽ ടു 0 കോസ് ഓഫ് എൻ പൈ ഈസ് ഈക്വൽ ടു -1/n. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അവിടോട്ട് അപ്ലൈ ചെയ്യാം. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് എൻ പൈ 0 ആയി പോകും. സോ ഈ രണ്ട് പോർഷനും 0 ആയി പോകും. ആൻഡ് ഇവിടെ -1/n വരും. ആൻഡ് അടിയിലുള്ള ഈ ഡിനോമിനേറ്റർ 2² മുകളിലോട്ട് വരും. സോ നമുക്കിവിടെ 16 ആവും. സോ നമുക്ക് an 16 × -1/n n² എന്ന് കിട്ടും. ആൻഡ് ഫൈനലി നമുക്ക് bn കാൽക്കുലേറ്റ് ചെയ്യാം. സോ പ്രീവിയസ്ലി എഴുതിയ bnൻ്റെ ഇക്വേഷനോട്ട് നമ്മുടെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x² - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റഗ്രൽ ഫ്രം -2 to 2 x² - 2 സൈൻ ഓഫ് n പൈ x/2 dx എന്ന് കിട്ടും. ഇവിടെ x² - 2 ഈവൺ ആണ് ആൻഡ് സൈൻ ഓഫ് n പൈ x/2 ഓഡ് ആണ്. സോ ഈവൺ ഇൻറ്റു ഓഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡ് ഫംഗ്ഷൻ എപ്പോഴും ഔട്ട്പുട്ട് 0 ആയിരിക്കും. -2 to 2 ഇൻ്റർവെല്ലിൽ 0 ആയിരിക്കും. സോ bn = 0 എന്ന് കിട്ടി. സോ നമുക്ക് a0 an bn ഇതെല്ലാം കിട്ടി. അത് നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസിലോട്ട് അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ഫൊറിയർ സീരീസിലോട്ട് a0 -4/3 ഇട്ടു ആൻഡ് an 16 -1/n/n² അപ്ലൈ ചെയ്തു. സോ നമുക്ക് ഇവിടെ -4/6 പ്ലസ് 16ഉം π² കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 16/π². സോ ബാക്കിയുള്ളതിലോട്ട് നമ്മൾ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഫ്രം 1 to ∞ അപ്ലൈ ചെയ്യാം. സോ മൈനസ് കോസ് ഓഫ് πx/2 കോസ് ഓഫ് 2πx/4 പ്ലസ് അങ്ങനെ പോകും. ആൻഡ് ഫൈനലി നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാർട്ടിങ് നെഗറ്റീവ് മാറ്റാൻ വേണ്ടി നെഗറ്റീവ് പുറത്തോട്ട് എടുക്കാം. സോ -4/6 -16/π² കോസ് ഓഫ് πx/2 -1/4 കോസ് ഓഫ് 2πx പ്ലസ് 1/9 അങ്ങനെ പോകും. സോ ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് ഓഫ് ദി ഗിവൺ ക്വസ്റ്റ്യൻ.